പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയ തലത്തിൽ ഗുണനിലവാരമുള്ള കുട്ടിയുടെ സമഗ്ര വികാസം ഉറപ്പുവരുത്തുന്ന ഒരു വിദ്യാഭ്യാസ മാതൃക, ഒരു വിദ്യാലയ മാതൃക എന്ന രീതിയിലാണ് 2 വർഷം മുമ്പ് PM ശ്രീ വിദ്യാലയങ്ങൾ എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ വെച്ചത്. നമുക്കറിയാം, ആദ്യ വിദ്യാഭ്യാസ നയം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനു മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സംവിധാനത്തെ കുറച്ചുകൂടി ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് സ്ഥലം മാറ്റം പോകുന്ന ആൾക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് എടുത്തുകൊണ്ടും അതേസമയത്ത് ഭാരതത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മോഡൽ എന്ന രീതിയിലുമാണ് കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആദ്യം തുടങ്ങിയത്. 1986 പുതിയ വിദ്യാഭ്യാസ നയം എന്ന പേരിൽ രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം വന്ന സമയത്ത് ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ നേരിട്ട് നടപ്പിലാക്കുന്ന ഈ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ മാതൃകയിൽ ഗ്രാമീണ വിദ്യാർത്ഥികളെ, പ്രതിഭകളെ കണ്ടെത്തി അവർക്കും ഇതുപോലുള്ളൊരു വിദ്യാഭ്യാസം നൽകണം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ എല്ലാ ജില്ലകളിലും ഒരു വിദ്യാലയം എന്ന രീതിയിൽ നടത്തിയത്. അവിടെ 6ാം ക്ലാസ് മുതലാണ് ആ വിദ്യാലയം തുടങ്ങുന്നത്. 5ാം ക്ലാസ് വരെ സാധാരണ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഗ്രാമീണ വിദ്യാർത്ഥികളിൽ നിന്നും ഒരു എൻട്രൻസ് പരീക്ഷയിലൂടെ അവരുടെ നല്ല പ്രതിഭാധനരായ കുട്ടികളെ സർക്കാർ ദത്തെടുത്ത് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സംവിധാനമായിട്ടാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. പൊതുവെ വിദ്യാഭ്യാസം 2 സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിലുള്ള കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ആണ് നടന്നു കൊണ്ടുപോകുന്നത്. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതീയതയിലൂന്നിയ സമഗ്ര വ്യക്തിവികാസം സാധ്യമാകുന്ന പഞ്ചകോശ വികാസം എന്ന് പറയുന്ന ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള വികാസമെല്ലാം സാധിക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്, യുക്തിഭദ്രമായിട്ടുള്ള ചിന്ത, അനുഭവവേദ്യമായിട്ടുള്ള അറിവ്, രസകരമായ സന്തോഷത്തോടു കൂടിയുള്ള പഠനം, ഇങ്ങനെയുള്ള ആധുനിക സങ്കല്പങ്ങളെ ഭാരതീയ മൂല്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഒരു പുതിയ വിദ്യാലയ മാതൃക ലോകത്ത് അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ ചിന്തയിലാണ് PM ശ്രീ വിദ്യാലയങ്ങൾ, PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, വികസിത ഭാരതത്തിനായിട്ടുള്ള വിദ്യാലയങ്ങൾ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തത്. സാധാരണ നേരത്തെ 2 വിദ്യാലയങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ മാത്രം വിദ്യാലയങ്ങളാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ സ്വന്തം വിദ്യാലയങ്ങളെ PM ശ്രീ വിദ്യാലയങ്ങളാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ഓരോ ബ്ലോക്കിലും 2 സംസ്ഥാന വിദ്യാലയങ്ങളെ, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുവിദ്യാലയങ്ങളെ, എയ്ഡഡ് അല്ലാത്ത വിദ്യാലയങ്ങളെ നേരിട്ട് സർക്കാർ നടത്തുന്ന ഒരു പ്രൈമറി വിദ്യാലയത്തെയും ഒരു സെക്കൻഡറി വിദ്യാലയത്തെയും കേന്ദ്ര സഹായത്തോടുകൂടി എന്നാൽ വിദ്യാലയ തലത്തിലുള്ള ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃകാ വിദ്യാലയങ്ങളാക്കുക എന്നുള്ള പദ്ധതിയാണ് PM ശ്രീ വിദ്യാലയങ്ങൾ. രാഷ്ട്രീയ കാരണങ്ങളാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിൽ ഈ വിദ്യാലയങ്ങൾ വന്നു വെച്ചാൽ വിദ്യാലയങ്ങൾ, കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള വിദ്യാലയങ്ങളായി മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോഴിക്കോടോ എറണാകുളത്തോ തൃശ്ശൂരോ ഒക്കെ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും പോയി കണ്ട് എങ്ങനെയാണ് ആ വിദ്യാലയങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ആ മാറ്റങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലെ പ്രാഥമിക വിദ്യാലയങ്ങളിലും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയിലും വന്നാലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനൊരു വലിയൊരു കാര്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച സമയത്ത് കഴിഞ്ഞ സർക്കാർ അതിനെ രാഷ്ട്രീയ കാരണങ്ങളാൽ അംഗീകരിക്കാതെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ മറ്റു പല കാര്യത്തിനും കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായവും പദ്ധതി വിഹിതങ്ങളൊക്കെ ആവശ്യമായതുകൊണ്ട് അവരതിൽ ഒപ്പിടുകയും എന്നാൽ അത് ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. പുതിയ സർക്കാർ മാറിയ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അത്ര രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്താതെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി, കേരളത്തിലെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ
മാതൃകയും ശക്തിയും നൽകുന്ന രീതിയിൽ എല്ലാ ബ്ലോക്കിലും കേന്ദ്ര സഹായത്തോടു കൂടിയുള്ള ഈ PM ശ്രീ വിദ്യാലയങ്ങൾ ആരംഭിക്കും. ആ PM ശ്രീ വിദ്യാലയങ്ങളുടെ അതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആരംഭിച്ച CM ശ്രീ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയോടുകൂടിയുള്ള PM ശ്രീ വിദ്യാലയങ്ങളോട് അതേപോലെ CM ശ്രീ വിദ്യാലയങ്ങൾ കൂടി കേരളത്തിലും ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ഗുണാത്മകമാക്കി മാറ്റാനും ഭൗതിക സാഹചര്യങ്ങളുടെ നിലവാരം മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം, നമ്മുടെ കുട്ടികളുടെ നിലവാരം എന്ന് പറയുന്ന സമയത്ത് കുട്ടികളുടെ സ്വഭാവശുദ്ധി, ആരോഗ്യം, മാനസികാരോഗ്യം, ഇങ്ങനെ പല കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിനെല്ലാം പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പുതിയ സർക്കാർ അതിനോട് വളരെ ഭാവാത്മകമായുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.